മൺപാത്ര നിർമ്മാണമുള്ളതിനാൽ പോട്ടറി ടൗൺ എന്നറിയപ്പെടുന്ന പ്രദേശമുണ്ട് ബംഗളൂരു നഗരത്തിൽ. ഒരു നൂറ്റാണ്ടിലേറെ നീണ്ടതാണ് പോട്ടറി ടൗണിന്റെ ചരിത്രം. തീരാ ദുരിതത്തിൽ നിന്ന് ജീവിതം തിരിച്ചു പിടിച്ചവരാണ് അവിടുത്തെ ജനങ്ങൾ. ബ്രിട്ടീഷ് അധിനിവേശ കാലത്താണ് പാത്രങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കുംഭാര സമുദായത്തിൽപ്പെട്ടവരെ ബംഗളൂരുവിലെത്തിച്ചത്. കണ്ണായ സ്ഥലത്ത് ഭൂമി പതിച്ചു നൽകി അതിനു ബ്രിട്ടീഷുകാർ പോട്ടറി ടൗൺ എന്ന് പേരിട്ടു. പോട്ടറി ടൗണിലെ എല്ലാ വീടുകളിലും ഇത്തരത്തിൽ മൺപാത്ര നിർമ്മാണം നമുക്ക് കാണാം. ഇപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഇത് തന്നെയാണ്. ദുരിതത്തിന്റെ പടുകുഴിയിൽ നിന്ന് അതിജീവിച്ചവരാണിവർ. മാറി മാറി വന്ന സർക്കാരുകൾ അവഗണിച്ചപ്പോൾ മൺപാത്ര നിർമ്മാണത്തിൽ ഇന്നാട്ടുകാർ പുതിയ പരീക്ഷണങ്ങൾ നടത്തി. പരീക്ഷണങ്ങൾ വിജയിച്ചപ്പോൾ ആവശ്യക്കാർ തേടിയെത്തി. പോട്ടറി ടൗണിലെ പുതിയ തലമുറയും പഠനത്തിനൊപ്പം മൺപാത്ര നിർമ്മാണത്തെ ചേർത്ത് നിർത്തുകയാണ്. Interesting for me actually. We can sense how it's molding and all. So I think it's necessary to have hands on with sand. പോട്ടറി ടൗണിന്റെ ചരിത്രമറിഞ്ഞ് സഞ്ചാരികളും ഇവിടെ എത്തുന്നു. It's a very historical place also, and it maintains the art of pottery. Pottery is very, very good, and it's very meditating also. സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 ബംഗളൂരു.